നമസ്തേ. 2026 വിഷുഫലം. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴര ശനിയുടെ ഒരു കാലഘട്ടമായിരുന്നു, ഇപ്പോഴാണ്. പക്ഷെ ഈ ഒരു വർഷം അവർക്ക് ഏറ്റവും നല്ലൊരു സമയത്തിലേക്കാണ് പോകുന്നത്. ജൂൺ മാസം തുടങ്ങി, ജൂൺ 2 തുടങ്ങി ഇവർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്. വ്യാഴം 4ലേക്ക് വരും. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളായിരുന്നു. ഇത്ര നാള് 3ൽ വ്യാഴം നിൽക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മനോവിഷമം ഉണ്ടാവുക, കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവുക. ആ തടസ്സങ്ങളൊക്കെ മാറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു വർഷം കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ 12ൽ ശനീശ്വരനാണ്, ഏഴര ശനിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏഴര ശനിയാണെങ്കിലും വ്യാഴത്തിന് ഒരു മാറ്റമുണ്ട്. പിന്നെ ഈ ഒരു വർഷത്തെ വിഷുഫലത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ടാണ് ഇവിടെ കണക്കാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണി നക്ഷത്രക്കാർ അവരുടെ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ അവർ മാറ്റിവെച്ചതുണ്ടെങ്കിൽ ഈ ഒരു വർഷം മുന്നിലേക്ക് കൊണ്ടുവരിക. ജൂൺ മാസത്തോടു കൂടി ഏറ്റവും നല്ല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നവരൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, പിന്നെ ദേവീ ക്ഷേത്രത്തിൽ പോവാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു 7 ദിവസം അടുപ്പിച്ച് നമ്മൾക്കൊരു ചുമന്ന പൂക്കൾ കൊണ്ടൊക്കെ അർച്ചന ചെയ്താൽ നമ്മൾ തടസ്സങ്ങളായിട്ട് നിന്നിരുന്ന എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉള്ളത്.